എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത് ഊർജ്ജതന്ത്രമായിരുന്നു, അതായത് ഫിസിക്സ് പരീക്ഷയായിരുന്നു. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ മാർച്ച് 21-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഊർജ്ജതന്ത്രം ഫിസിക്സ് പരീക്ഷയായിരുന്നു. രാവിലെ 9:30 മുതൽ 11:15 വരെയായിരുന്നു ഇന്നത്തെ പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഊർജ്ജതന്ത്രം എന്ന് പറയുമ്പോൾ ഫിസിക്സ് പരീക്ഷയായിരുന്നു. രാവിലെ 9:30 മുതൽ 11:15 വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ 40 മാർക്കിലാണ് ഇന്നത്തെ പരീക്ഷ. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഇനിയുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കെമിസ്ട്രിയും അതുപോലെ തന്നെ ജീവശാസ്ത്രം, അതായത് ഈ ഒരു ബയോളജിയുമാണ്. അപ്പോൾ ഈ ഒരു കെമിസ്ട്രി, അതായത് രസതന്ത്രം എന്ന് പറയുന്നത് 24-ാം തീയതി, അതായത് ഇനി വരുന്ന തിങ്കളാഴ്ചയാണ്. അപ്പോൾ അതും 40 മാർക്കുള്ള ക്വസ്റ്റ്യനാണ്. കെമിസ്ട്രി പരീക്ഷയാണ്, അതായത് രസതന്ത്രം പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു A ഗ്രേഡ് എങ്കിലും മിനിമം, അതായത് ഇതുവരെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇനിയുള്ള, അതായത് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം ഒരു A ഗ്രേഡ് എങ്കിലും നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പിന്നീട് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് എത്രത്തോളം നന്നായിട്ട് എഴുതാൻ പറ്റുമോ അതിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം റിസൾട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഊർജ്ജതന്ത്രമായിരുന്നു, അതായത് ഫിസിക്സ് പരീക്ഷയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട്, അതായത് 40 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് പരീക്ഷ വരിക. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ നിങ്ങൾക്ക് ഓൾറെഡി 10 മാർക്ക് CE ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാകും. അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും 10 മാർക്ക് CE തന്നെ കൊടുക്കാറുണ്ട്. എന്നാൽ തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു 9 മാർക്കൊക്കെ CE ഇനത്തിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് CE കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 40 മാർക്കിൽ ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും. അതായത് 15 മാർക്കാണ് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. 50-ന്റെ 30% എന്ന് പറയുമ്പോൾ 15 മാർക്കാണ്. 15 എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അതായത് D+ ഗ്രേഡാണ് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ് D+ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 9 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ 6 മാർക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ, അതായത് ഇന്നത്തെ പരീക്ഷയിൽ കിട്ടുകയാണെങ്കിൽ 6ഉം 9ഉം 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ അല്ല ഈ ഒരു D+ ഗ്രേഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു 5 മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ജയിക്കാൻ വേണ്ട മാർക്കാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള പരീക്ഷകളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു A ഗ്രേഡ് എങ്കിലും മിനിമം നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത് നോക്കാം. അപ്പോൾ 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. 10 മാർക്ക് CE ആണ്. സാധാരണ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് തന്നെ ടീച്ചേഴ്സ് CE മാർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 35 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 45 ടോട്ടൽ കിട്ടും. അപ്പോൾ ഈ ഒരു 35ഉം 10ഉം ടോട്ടൽ 45 കിട്ടിയാലാണ് C+ അല്ല A+ കിട്ടുക. അപ്പോൾ ഈ ഒരു A+ കിട്ടുന്നത് 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു 45 എന്ന് പറയുന്നത് 90 മുതൽ 100% വരെയുള്ള മാർക്കിനെയാണ് 45 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു വിദ്യാർത്ഥി ഇത് അതുവരെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വിദ്യാർത്ഥിക്ക് ഈ മാർക്ക് ഒരു 9 ഒക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 36 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 45 മാർക്ക് ആവുകയും അത് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ആയിക്കോട്ടെ, അതായത് ഈസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടും ചില വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ആകെ 2 പരീക്ഷ മാത്രമേ ഉള്ളൂ. അതായത് രസതന്ത്രം, അതായത് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സ് എന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയുള്ളത് ജീവശാസ്ത്രമാണ്, അതായത് കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയുമാണുള്ളത്. അപ്പോൾ ഈ 2 പരീക്ഷകൾക്കും വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു A ഗ്രേഡ് എങ്കിലും മിനിമം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നന്നായിട്ട് കെമിസ്ട്രി പഠിക്കുക. അതിനുശേഷം നന്നായിട്ട് പരീക്ഷ എഴുതുക. തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് കെമിസ്ട്രി പരീക്ഷ. അതിന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അതായത് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ആയിക്കോട്ടെ, ഇനി നാളെ നന്നായിട്ട് പഠിക്കുക. അതായത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് മറ്റന്നാളും ഒക്കെ ആയിട്ട് നന്നായിട്ട് കെമിസ്ട്രി പരീക്ഷയ്ക്ക് പഠിക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മിനിമം ഒരു A ഗ്രേഡ് എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ പരീക്ഷയുടെ തലേന്നൊക്കെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടാണ് ഈ ഒരു നല്ല മാർക്കൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി നന്നായിട്ട് പഠിക്കുക. അതായത് ഇന്നും പഠിക്കുക, അതുപോലെ തന്നെ നാളെയും പഠിക്കുക, അതുപോലെ മറ്റന്നാളും പഠിക്കുക. തിങ്കളാഴ്ച പോയിട്ട് പരീക്ഷ എഴുതുക, നന്നായിട്ട് എഴുതി വരിക. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം ഇതൊരു സാധാരണ ഒരു പരീക്ഷയാണ്. ഇതിൽ ഒരു പരീക്ഷ ആകുമ്പോൾ അതിൽ ജയവും തോൽവിയും ഒക്കെ അതായത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ, അഥവാ നിങ്ങൾക്ക് മാർക്ക് കുറയുമെന്ന്
അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ടിന് മുമ്പായിട്ട് പല വിദ്യാർത്ഥികളും പറയുമ്പോൾ എനിക്കൊരു സിഒ അല്ലെങ്കിൽ ഡി പ്ലസ് ഒക്കെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പക്ഷെങ്കിൽ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ ബി പ്ലസ് ഉണ്ടാകും അല്ലെങ്കിൽ എ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിക്ക് എ കിട്ടണമെന്നാണ് പ്രതീക്ഷ, എന്നാൽ സി എ കിട്ടുമെന്നൊക്കെ കരുതി പല വിദ്യാർത്ഥികളും ടെൻഷനൊക്കെ അടിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡി പ്ലസ് ഒക്കെയാണ് കിട്ടുക, എനിക്കൊരു എ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നൊക്കെ വിചാരിച്ച് പല വിദ്യാർത്ഥികളും ഈ ഒരു അതായത് പരീക്ഷ കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. അത് ഏതൊക്കെ എനിക്ക് മാർക്ക് കിട്ടും ഏതൊക്കെ കിട്ടില്ല എന്നൊക്കെ അതൊക്കെ ആലോചിച്ച് ആ ഒരു വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് എനിക്ക് ഇന്ന ഗ്രേഡേ കിട്ടൂ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട് വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡും എ പ്ലസും അതുപോലെ ബി പ്ലസ് ഒക്കെ ആയിട്ട് ഗ്രേഡ് കൂടാറുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് ആ ഒരു വിദ്യാർത്ഥികൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. ഇനി നിങ്ങൾ ചെയ്യുന്നത് ഇനിയുള്ള പരീക്ഷകളായിട്ടുള്ള രസതന്ത്രം അതുപോലെ തന്നെ ജീവശാസ്ത്രം എന്നീ പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്രേഡുകൾ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എ പ്ലസ് കിട്ടാനായിട്ട് നിങ്ങളോട് പറഞ്ഞു 35 മാർക്ക് മുതൽ 40 വരെ മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എ ഗ്രേഡാണ് കിട്ടേണ്ടതെങ്കിൽ 30 മുതൽ 34 വരെ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ബി പ്ലസ് കിട്ടണം എന്നുണ്ടെങ്കിൽ 25 മുതൽ 29 വരെ മാർക്ക്, ബി ഗ്രേഡ് കിട്ടണമെങ്കിൽ 20 മുതൽ 24 വരെ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സി പ്ലസ് ഗ്രേഡ് കിട്ടണമെങ്കിൽ 15 മുതൽ 19 വരെ മാർക്ക് നേടണം. സി ഗ്രേഡ് കിട്ടണമെങ്കിൽ 10 മുതൽ 14 വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഡി പ്ലസ് കിട്ടണമെങ്കിൽ 5 മുതൽ 9 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേഡുകൾ കിട്ടുന്നതാണ്. ഈ ഒരു ഡി പ്ലസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ജയിക്കാൻ വേണ്ട കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ 6 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാൻ സാധിക്കും. അതായത് 10 മാർക്ക് സി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡി പ്ലസ് കിട്ടും. അത് 15 മാർക്ക് കിട്ടി ടോട്ടൽ നിങ്ങൾക്ക് ഡി പ്ലസ് കിട്ടും. അഥവാ 9 മാർക്ക് സി കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു 6ഉം 9ഉം 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടും. ഡി പ്ലസ് കിട്ടിയാൽ ജയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇനിയുള്ള അടുത്ത പരീക്ഷകൾക്ക് മിനിമം ഒരു 30 മുതൽ 34 വരെ മാർക്ക് നേടാൻ ശ്രദ്ധിക്കുക. കാരണം എ ഗ്രേഡെങ്കിലും മിനിമം നിങ്ങൾ നേടാൻ ശ്രദ്ധിക്കുക. കാരണം ഇനി നിങ്ങൾ ശ്രമിച്ചാൽ എ ഗ്രേഡെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള വിഷയങ്ങളുടെ പരീക്ഷയാണ്. അതായത് ഈ ഒരു കെമിസ്ട്രി അതായത് രസതന്ത്രം അതുപോലെ തന്നെ ജീവശാസ്ത്രം അതായത് ബയോളജി എന്നിവയുടെ പരീക്ഷകൾ. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസോ അല്ലെങ്കിൽ എ ഗ്രേഡൊക്കെ നേടാം. അത് നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക, അതുപോലെ തന്നെ അത് നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് പഠിക്കുക, നന്നായിട്ട് എഴുതുക, അത്ര മാത്രമാണ്. അല്ലാതെ ഈ ഒരു കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. അതായത് എനിക്ക് എത്ര മാർക്ക് കിട്ടും, എനിക്ക് എ പ്ലസ് കിട്ടുമോ അല്ലെങ്കിൽ ഡി പ്ലസ് ആയി പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികൾക്കും റിസൾട്ട് വരുന്ന സമയത്ത് ഗ്രേഡ് കൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക, ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.